إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله وهو المهتدي ومن يضلل فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم عباد الله وإياي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم إنا جعلنا ما على الأرض زينة لها لنبلوهم أيهم أحسن عملا. വളരെ പ്രിയപ്പെട്ട മഹാഭാഗ്യമായി ഇവിടെ ഒരുമിച്ച് ചേർന്ന സത്യവിശ്വാസി വിശ്വാസിനികളെ, നശ്വരമായ ഐഹിക ജീവിതത്തിൽ സ്രഷ്ടാവും തമ്പുരാനും അഖില ലോകപരിപാലകനും ജഗനിയന്താവുമായ റബ്ബിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ച് നല്ലവരായി ജീവിതത്തെ ക്രമപ്പെടുത്തണമേ എന്ന് ആദ്യമേ സ്വന്തത്തോടും അതോടൊപ്പം തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരോടും ഓർമ്മപ്പെടുത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായി ജീവിക്കുവാനും അവനെ തൃപ്തിപ്പെട്ടുകൊണ്ട് ദുനിയാവിന്റെ ജീവിതത്തിൽ ശരിയായ ജീവിതം നയിക്കുവാനും ഭാഗ്യം ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ കാരുണ്യവാനായ നാഥൻ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിന്റെ 18-ാം അധ്യായം സൂറ കഹ്ഫിന്റെ 7-ാമത്തെ ആയത്താണ് ആമുഖമായി നിങ്ങളുടെ ശ്രദ്ധയിൽ ഓതിവെച്ചത്. പ്രസ്തുത ആയത്തിലൂടെ ലോകരക്ഷിതാവായ തമ്പുരാൻ മാനവ സമൂഹത്തെ, വിശിഷ്യ വിശ്വാസികളായ നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യം, ഭൂമിക്ക് അലങ്കാരമായി നക്ഷത്രങ്ങളെയും അതുപോലെ തന്നെ സൂര്യചന്ദ്ര നക്ഷത്രാദികളെ സംവിധാനിച്ചതും, അതിൽ പ്രത്യേകമായി ഭൂമിക്ക് അലങ്കാരമായി ഒരു വ്യവസ്ഥയോടുകൂടി നക്ഷത്രങ്ങളെ സംവിധാനിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശുദ്ധ ഖുർആനിന്റെ ഒരു പ്രയോഗമാണ്. ഇന്നാ ജഅൽനാ മാ അലൽ അർളി സീനത്തൻ ലഹാ, തീർച്ചയായും ഭൂമിക്ക് മുകളിൽ നക്ഷത്രങ്ങളെ ഭംഗിയാക്കി അതിന്റെ ഭംഗിക്ക് വേണ്ടി അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട്. അതിനെ തുടർന്നുകൊണ്ട് അള്ളാഹു പറയുന്നത്, എന്തിനാണ് അങ്ങനെ ഒരു അലങ്കാരം ഉണ്ടാക്കിയത്? ലിനബുലുവഹും അയ്യുഹും അഹ്സനു അമല, അവരിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തനങ്ങളെ ശരിപ്പെടുത്തുന്നവർ എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ്. വിശുദ്ധ ഖുർആൻ ഇങ്ങനെ പരിശോധിക്കുമ്പോൾ
3 സ്ഥലങ്ങളിൽ ഈ ഒരു ആശയത്തെ അള്ളാഹു പ്രഖ്യാപിച്ചതായി നമുക്ക് കാണാൻ കഴിയും. 11-ാം അധ്യായം സൂറ ഹൂദിന്റെ 7-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു പറഞ്ഞത് വഹുവല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ് ഫീ 6 അയ്യാമിൻ. അള്ളാഹു 6 ഘട്ടങ്ങളായി ആകാശഭൂമികളെ വ്യവസ്ഥപ്പെടുത്തിയവനാണ്, അല്ലെങ്കിൽ 6 ദിവസങ്ങളിലായി ആകാശഭൂമികളെ വ്യവസ്ഥപ്പെടുത്തിയവനാണ്. വകാന അർശുഹു അലൽ മാ. മാത്രമല്ല അള്ളാഹുവിന്റെ സിംഹാസനം എന്ന് പറയുന്നത് അത് വെള്ളത്തിന്റെ മുകളിലാണ്. അത് പറഞ്ഞതിന് ശേഷം അള്ളാഹു പറഞ്ഞത് ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ്. ഒന്നുകൂടെ വലഇൻ ഖുൽത ഇന്നഹും മബ്ഊസുന മിൻ ബഅദിൽ മൗതി. മരണാനന്തരം നിങ്ങൾക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് എന്ന് പ്രവാചകരെ താങ്കൾ അവരോട് പറയുകയാണെങ്കിൽ ലയഖൂലുന്നല്ലദീന കഫറു, അവിശ്വാസികളായ ആളുകൾ പറയും ഇൻ ഹാദാ ഇല്ലാ സിഹ്ർ മുബീൻ, അത് വ്യക്തമായ ഒരു ജാലവിദ്യയല്ലാതെ മറ്റൊന്നുമല്ല എന്ന് അവർ പറയും എന്നാണ് ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല എന്ന് പറഞ്ഞതിന്റെ തുടർച്ചയായി അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത്. മറ്റൊന്ന് നമുക്കറിയാവുന്ന ഏറ്റവും സുപരിചിതമായിട്ടുള്ള വിശുദ്ധ ഖുർആനിന്റെ ഒരു ആയത്താണ് സൂറ മുൽക്കിന്റെ 2-ാമത്തെ ആയത്ത്. അതിന്റെ മുമ്പിൽ അള്ളാഹു പറയുന്നത് അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത, ജീവിതത്തെയും മരണത്തെയും അള്ളാഹു സൃഷ്ടിച്ചത് ലിനബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് എന്ന് പരീക്ഷിക്കാനാണ് എന്നാണ് വിശുദ്ധ ഖുർആനിന്റെ ഈ പ്രയോഗത്തിലും നമുക്ക് കാണാൻ കഴിയുന്നത്. മനുഷ്യന്റെ ജീവിതത്തെ സംബന്ധിച്ചും അവരുടെ മരണത്തെക്കുറിച്ചും ദുനിയാവിൽ മനുഷ്യന് ജീവിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ നൽകിയതിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ വളരെ അലങ്കാരത്തോടു കൂടി ഈ ഭൂമിയെയും ആകാശത്തെയും ഒക്കെ സംവിധാനിച്ചതിനെയും ഒക്കെ പരാമർശിക്കുന്നതിനിടയിലാണ് അള്ളാഹു 3 സമയങ്ങളിൽ 3 സന്ദർഭങ്ങളിൽ വ്യത്യസ്തമായ അവസരങ്ങളിൽ അള്ളാഹു പറഞ്ഞത് നിങ്ങളെ പരീക്ഷിക്കുവാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് ഈ സൗകര്യങ്ങളൊക്കെ നൽകിയിട്ടുള്ളത് എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇന്നാ ജഅൽനാ മാ അലൽ അർളി സീനത്തൻ ലഹാ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമല എന്ന വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ അവിടെ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന അല്ലാഹുമ്മ ഇന്നാ ലാ നസ്തതിഉ ഇല്ലാ അൻ നഫ്റഹ ബിമാ സയ്യൻതഹു ലനാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് കഴിയില്ല എന്തല്ലാതെ നീ ദുനിയാവിന്റെ ജീവിതത്തിൽ നൽകിയിട്ടുള്ള അലങ്കാരങ്ങൾ ഉണ്ടല്ലോ, ആ അലങ്കാരങ്ങളെ അത് കാണുന്ന സന്ദർഭത്തിൽ അതിനെ ഉപയോഗപ്പെടുത്തുകയും അതുപോലെ തന്നെ അതിൽ സന്തോഷം കൊള്ളുകയും ചെയ്യുക എന്നല്ലാതെ ഞങ്ങൾക്ക് മറ്റൊന്നിനും കഴിയില്ല. ഇത് നീ ഇവിടെ ഞങ്ങൾക്ക് അലങ്കാരമായി സൗന്ദര്യമായി ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയ കൂട്ടത്തിൽ നൽകപ്പെട്ടിട്ടുള്ള അലങ്കാരമാണ്. അതിനെ ആ അർത്ഥത്തിൽ ഞങ്ങൾ ഉൾക്കൊള്ളുകയല്ലാതെ അത് കാണുമ്പോഴുള്ള സന്തോഷമല്ലാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എന്നാൽ അല്ലാഹുമ്മ ഇന്നി അസ്അലുക, അല്ലാഹുവേ, ഞാൻ നിന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യം അല്ലെങ്കിൽ നിന്നോട് നടത്തുന്ന ഒരു അപേക്ഷ എന്താണ്? അൻ ഉംഫിഖഹു ഫീ ഹഖ്ഖിഹി, അതിനെ അതിന്റെ കൃത്യമായ മുറയിൽ നിർവഹിക്കുവാൻ സഹായം നൽകണമേ എന്ന് ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു എന്ന് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രാർത്ഥനയിൽ നമുക്ക് കാണാൻ കഴിയും എന്നാണ്. എന്ന് പറഞ്ഞാൽ എന്താ? ദുനിയാവ് എന്ന് പറഞ്ഞത്, അതിന്റെ അലങ്കാരം എന്ന് പറഞ്ഞത്, ആ അലങ്കാരങ്ങൾ മനുഷ്യന് അനുഭവിക്കാനുള്ളതാണ്. അവന്റെ കണ്ണിന് കുളിർമ നൽകുന്നതാണ്, അവന്റെ മനസ്സിന് അതിന്റെ സന്തോഷം നൽകുന്നതാണ്. എന്നാൽ ആ കുളിർമ നൽകുമ്പോ, സന്തോഷം നൽകുമ്പോ അതൊരിക്കലും തന്നെ അള്ളാഹു ഇഷ്ടപ്പെടാത്ത മാർഗത്തിലായി തീരാതിരിക്കാൻ ആ അലങ്കാരങ്ങളെല്ലാം അനുവദിച്ചു തന്നിട്ടുള്ള, ആ സൗകര്യങ്ങളെല്ലാം ഒരുക്കി തന്നിട്ടുള്ള ആ നാഥനോട് പ്രാർത്ഥിക്കണമെന്ന് കൂടിയാണ് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നമ്മെ ബോധ്യപ്പെടുത്തുന്നത് എന്നതാണ്. അതുകൊണ്ട് അള്ളാഹു നമുക്ക് ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങളെല്ലാം കൃത്യമായി നന്നായി ഉപയോഗിക്കണം മനുഷ്യൻ. ദുനിയാവിന്റെ ജീവിതത്തിന്റെ സൗകര്യങ്ങൾ, അവന് നൽകപ്പെട്ട സൗകര്യങ്ങളെല്ലാം അതിന്റെ ഏറ്റവും നല്ല അവസ്ഥയിൽ അവന് ഉപയോഗിക്കണം. എന്നാൽ
ആ ഉപയോഗിക്കുന്നത് അവന്റെ ജീവിതത്തിൽ നിന്ന് നന്നായി മരിക്കാനുള്ള തടസ്സമായി മാറരുത് എന്നതാണ് മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ ഒരു പ്രാർത്ഥനയിൽ നിന്ന്, അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനിന്റെ പരാമർശങ്ങളിൽ നിന്ന്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളിൽ നിന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത് എന്നതാണ്. ദുനിയാവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അള്ളാഹു നൽകിയിട്ടുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും പറഞ്ഞത്, ദുനിയാവിന്റെ സൗകര്യങ്ങളെ നീ ഉപയോഗപ്പെടുത്തണം. ലാ തൻസാ നസീബക മിന ദുനിയ. പരലോകത്ത് ആ മറക്കാതെ ദുനിയാവിന്റെ ജീവിതത്തിന്റെ സൗകര്യങ്ങൾ, പരലോകത്തെ ജീവിതത്തിന് നിനക്ക് കോട്ടം സംഭവിക്കാത്ത രൂപത്തിൽ അതിനെ ഉപയോഗപ്പെടുത്തണമെന്നാണ് അള്ളാഹു അന്ത്യപ്രവാചകനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും പറയുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നത് എന്നതാണ്. അതുകൊണ്ട് ദുനിയാവിന്റെ സൗകര്യങ്ങൾ എത്രമാത്രം നന്നായി ഞാനും നിങ്ങളും ഉപയോഗിക്കുന്നുവോ, അതുപോലെ തന്നെ നല്ല വർത്തമാനം കേട്ടുകൊണ്ട് പാരത്രികമായ ജീവിതത്തിലേക്കുള്ള യാത്ര തിരിക്കാൻ നമുക്ക് അത് തടസ്സമാവരുത് എന്നത് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക. വിശുദ്ധ ഖുർആൻ അതേപോലെ തന്നെ അള്ളാഹു വ്യത്യസ്ത സന്ദർഭങ്ങളിൽ ബോധ്യപ്പെടുത്തിയിട്ടുള്ള 3 കാര്യങ്ങളാണ് ആമുഖമായി പറഞ്ഞത്. ഒന്ന്, അതിലൊക്കെ പറഞ്ഞത് ഉത്തമരാവുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉത്തമരാവുക, ദുനിയാവിന്റെ ജീവിതത്തിൽ ഉത്തമരാവണം, അള്ളാഹുവിന്റെ അടുക്കൽ ഉത്തമരാവണം. അള്ളാഹുവിന്റെ അടുക്കൽ ഞാനും നിങ്ങളും ഉത്തമരാകണമെങ്കിൽ അതിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വ്യത്യസ്തങ്ങളായ ധാരാളം കാര്യങ്ങളുണ്ട്. അതിപ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഖുതുബയിൽ സംസാരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. എന്താണ് ഒരു മനുഷ്യന് അള്ളാഹു അല്ലെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ ഉത്തമനാണ് എന്ന് പറയാനുള്ള ക്വാളിറ്റിയായി അള്ളാഹു അല്ലെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത്? ഒന്നാമത്തെ ക്വാളിറ്റി എന്താ? ഇതിങ്ങനെ കേട്ടുപോകുമ്പോ അതിങ്ങനെ ഞാൻ പറയുകയും നിങ്ങൾ കേൾക്കുകയല്ല ചെയ്യേണ്ടത്. മറിച്ച് എന്റെ ജീവിതത്തിൽ അള്ളാഹു ഉത്തമനാണ് എന്ന് പറയാൻ അന്ത്യപ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ ഗുണം എന്റെ ജീവിതത്തിൽ ഉണ്ടോ എന്നത് നമ്മൾ ആലോചിക്കണം. നമ്മളൊക്കെ എപ്പോഴും കേൾക്കുന്ന ഒരു പ്രവാചക വചനമാണ് ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. ഖൈറുക്കും, നിങ്ങളിൽ ഉത്തമനാരാണ്? ഖൈറുക്കും, നിങ്ങളിൽ ഉത്തമനാരാണ്? മൻ തഅല്ലമൽ ഖുർആൻ വഅല്ലമഹു. അവന് 2 ചോയ്സ് ആണുള്ളത് ഒരു മനുഷ്യന്, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം. ഒന്നുകിൽ അവൻ ഖുർആൻ പഠിക്കുന്നവനാകണം, അല്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നവനാകണം. അവനാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഉത്തമനായവൻ, അല്ലെങ്കിൽ ആ ക്വാളിറ്റി ഉള്ളവൻ എന്ന് വഹീന്റെ അടിസ്ഥാനത്തിലാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സംസാരിച്ചിട്ടുള്ളത്. വെറും വർത്താനം പറഞ്ഞതല്ല പ്രവാചകൻ. പ്രവാചകൻ പറഞ്ഞ സംസാരങ്ങൾ, ദീനിയായ കാര്യങ്ങൾ, അതൊക്കെ തന്നെ അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള അംഗീകാരത്തോടു കൂടി അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള വാക്കായി പ്രവാചകൻ പറഞ്ഞ ഒന്നാ. ഖൈറുക്കും, നിങ്ങളിൽ ആരാ ഉത്തമൻ? മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. ഒന്നുകിൽ അവൻ ഖുർആൻ പഠിക്കുന്നവനാണ്, അല്ലെങ്കിൽ പഠിപ്പിക്കുന്നവനാണ്. എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ അടക്കട്ടോ, നമ്മൾ ഓരോരുത്തരും നമ്മളോട്, നമ്മുടെ മനസ്സിനോട് ചോദിക്കേണ്ടത്, ഇതിലേത് ഗണത്തിലാണ് ഞാനും നിങ്ങളും ഉള്ളത്? ഒന്നുകിൽ ഖുർആൻ പഠിക്കുന്നവരാകണം, അല്ലെങ്കിൽ ഖുർആൻ പഠിപ്പിക്കുന്നവരാകണം, അല്ലെങ്കിൽ രണ്ടും കൂടെ ആവണം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക. ഏറ്റവും ഉത്തമമായ കാര്യം അതാ, ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക. ഇതിലേത് ഗണത്തിലാണ് ഞാൻ നിങ്ങളുള്ളത്? ഇന്ന് സുബഹി കഴിഞ്ഞ് ഈ സമയം വരെ ഖുർആനുമായി ഞാനും നിങ്ങളും ഒക്കെയുള്ള ബന്ധം എന്താണ്? ഖുർആൻ എന്റെ ജീവിതത്തിൽ ഞാൻ പഠിക്കണമെന്നും പഠിപ്പിക്കണമെന്നും അള്ളാഹുവിന്റെ പ്രവാചകനും വിശുദ്ധ ഖുർആനും ബോധ്യപ്പെടുത്തിയിട്ടുള്ള ആ ഗ്രന്ഥവുമായി എനിക്ക് എന്ത് ബന്ധമുണ്ട്? എത്ര ആയത്ത് ഞാൻ നിങ്ങൾ പാരായണം ചെയ്തിട്ടുണ്ട്? അതേപോലെ തന്നെ അത് പാരായണം ചെയ്യുമ്പോൾ അതിന്റെ നിയമങ്ങൾ കൃത്യമായി ശ്രദ്ധിച്ചുകൊണ്ട് പാരായണം ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ എനിക്ക് നിങ്ങൾക്ക് സാധ്യമായിട്ടുണ്ടോ? ഇനി അങ്ങനെയുണ്ടെങ്കിൽ അതിന്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കിക്കൊണ്ട് അത് പാരായണം ചെയ്തുകൊണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ മുമ്പേ നടക്കുന്ന മാർഗദർശന ഗ്രന്ഥമായി അതിനെ അംഗീകരിക്കാൻ എനിക്ക് സാധ്യമായിട്ടുണ്ടോ? അല്ലെ? ഇനിയിപ്പോ 10 ദിവസത്തെ വെക്കേഷൻ അല്ലേ, ഓണത്തിന്റെ വെക്കേഷനാണ്. ഈ ഓണ വെക്കേഷന് പലതും നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടല്ലോ അല്ലെ? മക്കളൊക്കെ നമ്മളോട് ആവശ്യപ്പെട്ടത് ഒരു ദിവസമെങ്കിലും എവിടേക്കെങ്കിലും ഒരു ടൂറ് പോണം. നല്ല കാര്യം, ടൂറ് പോണം അല്ലേ? സീറൂഫില്ല, നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കണം. എന്നിട്ടോ
ആ ഭൂമിയെ കണ്ട് മനസ്സിലാക്കി, പ്രകൃതിയെ കണ്ട് മനസ്സിലാക്കി, അതിന്റെ പിന്നിലുള്ള രക്ഷിതാവിനെ കുറിച്ച് കൃത്യമായ ഈമാൻ ഉറപ്പിക്കാൻ നിങ്ങളുടെ യാത്രകൾ കൊണ്ട് സാധ്യമാകണം. വിശുദ്ധ ഖുർആൻ ടൂറിനെതിരല്ല, ടൂർ പോവാം, പക്ഷെ അതിന്റെ ലക്ഷ്യം എന്തായിരിക്കണം? അതേപോലെ തന്നെ ഞാനും നിങ്ങളും പ്ലാൻ ചെയ്തോ, ഈ 10 ദിവസത്തെ എന്റെ മക്കളുടെ വെക്കേഷന്റെ സമയത്ത് നിങ്ങളിൽ ഏറ്റവും ഉത്തമനാകണം, അവന്റെ ക്വാളിറ്റിയായി അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ ഖുർആൻ പഠിക്കാവുന്ന എന്തെല്ലാം സംരംഭങ്ങൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ പ്ലാനിങ് നടത്തിയിട്ടുണ്ട്. ഒരു മഹല്ലടിസ്ഥാനത്തിൽ നടത്തണം. മഹല്ലി എന്നുള്ള നിലക്ക് ഇവിടെ നടത്തണം. നമ്മുടെ മക്കളെല്ലാം പങ്കെടുക്കണം. ആ മക്കളുടെ ഖുർആൻ പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മഹല്ലടിസ്ഥാനത്തിൽ സംവിധാനങ്ങൾ ഉണ്ടാവണം. ഈ വെക്കേഷനിൽ ഒരു 5 ദിവസമെങ്കിലും ഖുർആനും അതേപോലെ തന്നെ നമസ്കാരവും അതുമായി ഇസ്ലാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കാവുന്ന സാഹചര്യം നമ്മൾ ഉണ്ടാക്കണം. മക്കൾക്ക് മാത്രം മതിയോ? എന്റെ മുമ്പിലിരിക്കുന്ന ആളുകളെ നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ ചോദിക്കേണ്ടതേ, ഖുർആൻ പഠിക്കുന്ന എത്ര ക്ലാസുകൾ നമ്മുടെ മഹല്ലിൽ, നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ നടന്നു പോകുന്നുണ്ട്? ഒരാഴ്ചയിൽ ഒരു ക്ലാസ്സിലെങ്കിലും പങ്കെടുക്കുന്ന എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്? നമ്മൾ പരസ്പരം നോക്കണ്ട, ഞാൻ ഇന്ന നോക്കുക, ഒരു ക്ലാസ്സിലെങ്കിലും പങ്കെടുക്കാൻ. ഞാൻ ഇഷ്ടപ്പെടുന്ന എന്റെ പ്രവാചകൻ നിങ്ങളിൽ ആരാണ് ഉത്തമൻ എന്ന് പഠിപ്പിച്ചപ്പോ അതിന്റെ ഒന്നാമത്തെ ക്വാളിറ്റിയായി പറഞ്ഞത് ഖുർആൻ പഠിക്കുക എന്നതാണ്. ആ ഖുർആൻ പഠിക്കുന്ന ഏതെല്ലാം സദസ്സുകളിൽ എന്റെ സാന്നിധ്യമുണ്ട് നമ്മൾ കൃത്യമായിട്ട് ആലോചിക്കണം. പ്രവാചകനെ സ്നേഹിക്കുന്ന ഒരു മാസത്തിൽ കൂടിയാണല്ലോ ഞാനും നിങ്ങളൊക്കെ കഴിഞ്ഞു പോകുന്നത്, അല്ലേ? നമ്മൾ ആലോചിക്കുക, നമുക്കും ഖുർആൻ പഠിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടോ? ഇനി ഉണ്ടെങ്കിൽ ഉള്ളത് ഞാൻ എത്രമാത്രം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്ന്, അല്ലെ? ഒരക്ഷരം വായിച്ചാൽ അതിന്റെ വായനയുടെ പ്രതിഫലമൊക്കെ എത്ര നമ്മൾ ഖുതുബ പറഞ്ഞതാ, എത്ര നമ്മൾ കേട്ടതാ. ബിഅശരി അംസാലിഹ, ബിഅശരി അംസാലിഹ, 10 ഇരട്ടി പ്രതിഫലം, ഖിയാമത്ത് നാളിൽ ശഫാഅത്ത്. അതുകൊണ്ട് തന്നെ അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി ഖുർആനുമായുള്ള ബന്ധം, നമ്മുടെ ബന്ധം നന്നാക്കണമെന്നാണ്. നമ്മൾ ഉത്തമരാകണമെങ്കിൽ അതിന് അള്ളാഹുവും അള്ളാഹുവിന്റെ പ്രവാചകനും നമുക്ക് ഉണ്ടാവണം എന്ന് വിചാരിക്കുന്ന ക്വാളിറ്റിയായി അള്ളാഹുവും അള്ളാഹുവിന്റെ പ്രവാചകനും നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത് എന്നത്. അപ്പൊ അവിടെ മാറ്റം ഉണ്ടാവണം. ഇതിങ്ങനെ കേട്ടുപോയാൽ പോരാ. നമ്മള് ഈ ഖുതുബ പറഞ്ഞതിന്റെ പ്രതിഫലം, കേട്ടതിന്റെ പ്രതിഫലം എന്റെ ജീവിതത്തിൽ ഞാൻ ഒന്നുകൂടെ ഖുർആനിലേക്ക് ഇറങ്ങുകയും ആ ഖുർആൻ പഠിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യണം. അടുത്ത ആഴ്ച ഇങ്ങനെ ഈ പള്ളിയിൽ വന്നിരിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ചോദിക്കണം, കേട്ടോ, ഒരാഴ്ചയിൽ ഖുർആനുമായി എന്റെ ബന്ധം നന്നാക്കാൻ എനിക്ക് പറ്റിയോ? ഒക്കെ നിങ്ങൾ സഹാബത്തിന്റെ ഒക്കെ ജീവിതം അവർ ഒഴിഞ്ഞു വെച്ചത് എന്തിനാ? വിശുദ്ധ ഖുർആൻ പഠിക്കാനാ, അല്ലേ? അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു അറാബിയായ മനുഷ്യൻ വന്നുകൊണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് കേട്ടോ. യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരെ, അയ്യിന്നാസി ഖൈർ, മനുഷ്യരിൽ ഏറ്റവും ഉത്തമരായ ആളാരാണ്? മറ്റൊരു സാഹചര്യത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് മൻ താല ഉംറുഹു വ ഹസുന അമലുഹു എന്നാണ്. മൻ താല ഉംറുഹു, ഒരു മനുഷ്യൻ അള്ളാഹു ആയുസ് നീട്ടിക്കൊടുത്തു. ഒരു മനുഷ്യന് അള്ളാഹു ആയുസ് നീട്ടിക്കൊടുത്തു. എന്നിട്ടോ ഫഹസുന അമലുഹു, ആ ആയുസ് നീട്ടിക്കൊടുത്തപ്പോ ആ നീട്ടിക്കിട്ടിയ ആയുസിൽ അവൻ ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് അവൻ മുന്നോട്ട് പോയി. വയസ്സാകുമ്പോ പ്രവർത്തനം കുറയല്ല വേണ്ടത്, വയസ്സ് കൂടുമ്പോ പ്രവർത്തനം കൂടണം. അതാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഏറ്റവും നല്ല മനുഷ്യൻ ആരാ? ആരാ ഖൈർ പ്രവാചകരെ? സഹാബത്തിന് അറിയാൻ പ്രവാചകനോട് ചോദിക്കാം, ആരാ ഖൈർ? പ്രവാചകൻ പറഞ്ഞു കൊടുത്തു, അതാരാന്നറിയോ? കുറെ കാലം ജീവിക്കുക, ദീർഘായുസ് ലഭിക്കുന്ന ഒരു മനുഷ്യൻ. മാത്രമല്ല, ആ ദീർഘായുസ് ലഭിക്കുമ്പോ അതിന്റെ ശുക്രായി, നന്ദിയായി അവന്റെ പ്രവർത്തനങ്ങൾ, നല്ല പ്രവർത്തനങ്ങൾ അത് നടത്താൻ കഴിയുക. പ്രാധാന്യം നൽകേണ്ടത് ഖബറിലേക്ക് കൂടി പ്രതിഫലം വന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുവാൻ നമ്മൾ പരിശ്രമിക്കാം. അതിന് പറ്റിയ ഒരു സംഗതിയാ ഞാൻ സൂചിപ്പിച്ചത്. ഈ ഒരു വെക്കേഷനിൽ മഹല്ല് തീരുമാനിക്കുക. എന്ത്? ഒഴിവ് കിട്ടുന്ന സമയങ്ങളിൽ നമ്മുടെ മക്കൾക്ക് ഇത്തരത്തിലുള്ള ഇൽമു പകരുന്ന സദസ്സുകൾ നമ്മൾ സംഘടിപ്പിക്കണമെന്ന് തീരുമാനിച്ചാൽ ആ സംഗതി എത്ര കാലം ഇവിടെ നടക്കുന്നോ, നടക്കുന്ന കാലം അത്രയും നമ്മൾ ഇവിടുന്ന് പോയാലും നമ്മുടെ ഖബറിലേക്ക് അതിന്റെ പ്രതിഫലം വന്നു ചേർന്നു കൊണ്ടിരിക്കുന്നു എന്നാണ്.
നമ്മൾ ഇങ്ങനെ പോയപ്പോരാ, ജീവിതത്തിൽ മാറ്റം ഉണ്ടാവണം. ഞാൻ കുറ്റപ്പെടുത്തല്ല കേട്ടോ, അങ്ങനെ ആരും വിചാരിക്കരുത്. മെമ്പർമ കയറിയാല് കുറ്റപ്പെടുത്തലല്ല, ആലോചനക്ക് വേണ്ടിയാ ഞാൻ ഇന്നെ പറയാം. ഞാൻ എത്രമാത്രം അതിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇവിടെ അള്ളാഹു എനിക്ക് 10-47 വർഷത്തെ ജീവിതം നൽകിയിട്ട് അതിൽ എന്തെല്ലാം നന്മകൾ എന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന ആലോചന എനിക്കുണ്ടാവണം. അല്ലേ? നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അത് സദഖ ജാരിയ ഉണ്ടായിരിക്കണം. സദഖ ജാരിയ എന്ന് പറഞ്ഞാൽ എന്താ? കൊടുത്ത അപ്പം മാത്രം കിട്ടുന്നതല്ല സദഖ ജാരിയ. കൊടുത്താൽ അവിടെ നിന്ന് അങ്ങോട്ട് കൃത്യമായി നമ്മുടെ ഖബറിലേക്ക്, പരലോകത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന സംവിധാനങ്ങളാണ്. അത് പ്രധാനമായും ഇൽമ് നൽകപ്പെടുന്ന സംവിധാനങ്ങളാവാം. അതേപോലെ തന്നെ പള്ളിയും മദ്രസയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാവാം. അതെത്ര കാലം നിലനിൽക്കുന്നോ ആ നിലനിൽക്കുന്ന കാലം അത്രയും ഒരു പള്ളിക്ക് വേണ്ടി നമ്മളൊരു നല്ല സംഭാവന ചെയ്താൽ ആ പള്ളി നിലനിൽക്കുന്ന കാലമത്രയും അതിൽ നമസ്കരിക്കുന്നവന്റെ നമസ്കാരത്തിൽ നിന്ന് പോലും നമ്മുടെ ഖബറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന പ്രതിഫലം എന്നാൽ അങ്ങനെ ആലോചിക്കണ്ടേ നമ്മള്? നമ്മുടെ ജീവിതത്തിൽ അത്തരം പ്രവർത്തനങ്ങൾ ഉണ്ടാവണ്ടേ? നമ്മൾ ഇവിടെ ജീവിച്ചതിന്റെ തെളിവുകൾ ഉണ്ടാവണ്ടേ? വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, സൂറ യാസീനിൽ അതിന്റെ 12-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു പറഞ്ഞൊരു കാര്യം, ഇന്നാ നഹ്നു നുഹ്യിൽ മൗത വനക്തുബു മാ ഖദ്ദമു വആസാറഹും വകുല്ല ശൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ. ഇന്നാ നഹ്നു നുഹ്യിൽ മൗത, നാമാണ് മരണപ്പെട്ട ആളുകളെ ജീവിപ്പിക്കുന്നത്. മാത്രമല്ല വനക്തുബു മാ ഖദ്ദമു വആസാറഹും, അവർ പ്രവർത്തിച്ച പ്രവർത്തനങ്ങൾ ഉണ്ടല്ലോ, ആ പ്രവർത്തനങ്ങൾ, അവർ ചെയ്തു വെച്ച പ്രവർത്തനങ്ങൾ, അതേപോലെ തന്നെ അവർ ചെയ്ത പ്രവർത്തനങ്ങളുടെ അനന്തര ഫലവും ഞാൻ എഴുതി വെക്കുന്നുണ്ട്. മാത്രമല്ല വകുല്ല ശൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ, എല്ലാം വ്യക്തമായ ഒരു രേഖയിൽ നാം നിജപ്പെടുത്തി വെക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ നമ്മൾ ഇവിടെ ജീവിച്ചതിന്റെ തെളിവ് വേണം. പറവണ്ണ മഹല്ലിൽ, ഈ മഹല്ലിൽ ഞാൻ ഉണ്ടായ കാലത്താ അത് എന്റെ പരലോകത്തേക്ക് കൂടി പ്രതിഫലം നൽകപ്പെടുന്ന പുതിയ സംരംഭങ്ങൾ തുടങ്ങിയത്. നമുക്ക് പറയാൻ പറ്റണം, ജീവിച്ചു പോയതിന്റെ തെളിവാ. ഞാൻ പ്രസിഡന്റ് ആയ കാലത്താ, ഞാൻ സെക്രട്ടറി ആയപ്പോഴാ, ഞാൻ അതിന്റെ ഖജാൻജി ആയപ്പോഴാ, ഞാൻ അതിന്റെ എക്സിക്യൂട്ടീവിൽ ഉണ്ടായപ്പോഴാ, അല്ല, ഞാൻ അതിന്റെ ഒരു മെമ്പറായി നിൽക്കുന്ന സമയത്താ ഈ മഹല്ലത്തിന്റെ, നമ്മുടെ സമൂഹത്തിന്റെ ഏറ്റവും നല്ല അവസ്ഥയിലേക്ക് എത്തിക്കുവാനുള്ള പല വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായത്. ആ പ്രവർത്തനങ്ങൾ തുടരുന്ന കാലമത്രയും ഒരു സ്വതക്ക ജാരിയായി അത് എന്റെ ഖബറിലേക്ക് എത്തിച്ചേരണം. അടയാളപ്പെടുത്തണം എന്റെയും നിങ്ങളുടെയും ജീവിതം. അതല്ലാതെ ഒരു പുഴുവിനെ പോലെ ജീവിച്ചു പോകേണ്ടവരല്ല നമ്മളെന്ന. നമ്മുടെ ജീവിതം അത് അടയാളപ്പെടുത്തണം എന്ന് പറഞ്ഞ വിശുദ്ധ ഖുർആന, ഇന്നാ നഹ്നു നുഹ്യിൽ മൗത വനക്തുബു മാ ഖദ്ദമു വആസാറഹും വകുല്ല ശൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ. വ്യക്തമായ രേഖയിൽ അതെല്ലാം പടച്ച റബ്ബ് എഴുതി രേഖപ്പെടുത്തുന്നു എന്നതാ. നോക്കി നിങ്ങള്, മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രമുണ്ട്. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു 31-ാമത്തെ വയസ്സിലാ അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നത്. 31-ാമത്തെ വയസ്സിൽ. ദുനിയാവിന്റെ ജീവിതത്തിൽ നിന്ന് അദ്ദേഹം വിട്ടുപോകുന്നത് 37-ാമത്തെ വയസ്സിലാണ്. ആകെ ജീവിച്ചത് 6 വർഷമാണ്. മുസ്ലിമായി ജീവിച്ച കാലഘട്ടം എന്ന് പറയുന്നത് അത് വെറും 6 വർഷമാണ്. എന്നാൽ ഖന്തഖ് യുദ്ധവേളയിൽ തന്റെ ഞരമ്പിനേറ്റ ഒരു പരിക്ക് കാരണമാണ് അദ്ദേഹം മരണമടയുന്നത്. ആ മരണസമയം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ മടിയിൽ തല വെച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ തല പ്രവാചകന്റെ മടിയിൽ വെച്ചുകൊണ്ട് പ്രവാചകൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. എന്താണെന്നറിയോ? അല്ലാഹുവേ, സഅദ് നിന്റെ മാർഗത്തിൽ പോരാടി, മാത്രമല്ല നീ അയച്ച ദൂതനിൽ ആ സഅദ് വിശ്വസിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ, ചുമതലകളെല്ലാം വളരെ കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട്. അതേപോലെ അതുകൊണ്ട് തന്നെ അല്ലാഹുവേ, സഅദിന്റെ ആത്മാവിന് സർവ്വ ബഹുമതികളും നൽകി നീ ആദരിക്കണമേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത് മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു ഇസ്ലാം ആയതിനു ശേഷം 6 വർഷം നടത്തിയിട്ടുള്ള ത്യാഗോജ്ജലമായ ജീവിതത്തെ കുറിച്ചുള്ള കൃത്യമായ അറിവും ധാരണയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉണ്ടായപ്പോഴാണ്. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി ഖബർ കളക്കുന്ന സമയത്ത്
ആ കള തുടങ്ങുന്ന സമയം മുതൽ ഖബറിൽ നിന്ന് കസ്തൂരിയുടെ സുഗന്ധം ആഞ്ഞു വീശിയിരുന്നു എന്ന് അബൂ സഈദ് ഖുദരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞതായിട്ട് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും എന്നാണ്. 6 വർഷത്തെ ജീവിതം കർമ്മമണ്ഡലത്തിൽ സേവന നിരതനായതുകൊണ്ടാണ് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിനെ ഇസ്ലാമിക ചരിത്രത്തിൽ ഓർത്തെടുക്കുന്നത് എന്നതാണ്. പ്രിയപ്പെട്ടവരെ, വെറും 6 കൊല്ലം കൊണ്ട് അർശ് പോലും കുലുങ്ങിയ സന്ദർഭമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ മരണവുമായി കൊണ്ട് പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും എന്നതാണ്. തങ്ങളുടെ ദീൻ സ്വീകരിച്ചപ്പോ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറയുന്ന മതത്തെ അംഗീകരിച്ചപ്പോ, പ്രവാചകനെ ഇഷ്ടപ്പെട്ടപ്പോ, അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടപ്പോ, ജീവിതത്തിൽ നന്മകൾ എന്തെല്ലാം എന്ന് ആലോചിക്കുകയും ആ നന്മകളിൽ മുന്നോട്ട് പോവുകയും ചെയ്തു എന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കല് നമ്മളിപ്പോ കേട്ടിട്ടുള്ള ചരിത്രമാണ്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവുമായി ബന്ധപ്പെട്ട് പ്രവാചകൻ ചോദിക്കുന്ന 4 ചോദ്യങ്ങളുണ്ട്. പ്രവാചകൻ ചോദിക്കുന്നത്, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സായിമ, ഇന്നാരാ ഈ കൂട്ടത്തിൽ നോമ്പുകാരനായി ഈ സദസ്സിൽ വന്നത്? ഖാല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അന യാ റസൂലല്ലാഹ്, ഞാൻ ആ പ്രവാചകരെ, ഞാൻ നോമ്പുകാരനായിട്ടാണ് ഈ സദസ്സിലേക്ക് വന്നിട്ടുള്ളത്. രണ്ടാമത്തെ പ്രവാചകന്റെ ചോദ്യം, ഫമനിത്തബഅ മിൻകുമുൽ യൗമ ജനാസ, ഇന്നാരാ ഒരു ജനാസയെ അനുഗമിച്ചത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന യാ റസൂലല്ലാഹ്, പ്രവാചകരെ, അതും എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തെ ചോദ്യം, ഫമൻ അത്അമ മിൻകുമുൽ യൗമ മിസ്കീന, ഇന്നാരാ ഒരു പാവപ്പെട്ട മനുഷ്യന് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിച്ചത്? അതിന്റെ മറുപടിയും ഖാല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അന യാ റസൂലല്ലാഹ്, പ്രവാചകരെ, ഞാനാ. നാലാമത്തെ ചോദ്യം, ഫമൻ ആദ മിൻകുമുൽ യൗമ മരീള, ഇന്നാരാ ഒരു രോഗിയെ സന്ദർശിച്ചത്? അതിന്റെ മറുപടിയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഞാനാണ് പ്രവാചകരെ എന്നതാണ്. ആദ്യം പ്രവാചകൻ ചോദ്യം ചോദിക്കുന്നു പറഞ്ഞിട്ടല്ല, നിങ്ങൾ അതിന്റെ ഉത്തരം ശരിക്കും പറയണമെന്ന് പറഞ്ഞിട്ടല്ല. പ്രവാചകൻ കൂടിയിരിക്കുന്ന സഹാബത്തിനോട് 4 ചോദ്യങ്ങൾ ചോദിക്കുമ്പോ ആ 4 ചോദ്യത്തിനും പൂർണ്ണമായി ഉത്തരം എഴുതാൻ പറയാൻ കഴിയുന്ന സഹാബത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തുടർച്ചയായി പറഞ്ഞൊരു കാര്യം, ഫഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മനുഷ്യനിൽ ഈ 4 കാര്യങ്ങൾ ഒന്നിച്ചു വരികയാണെങ്കിൽ ഇല്ലാ ദഖലൽ ജന്ന, അവന് പകരം സ്വർഗമല്ലാതെ മറ്റൊന്നുമില്ല എന്ന് പറഞ്ഞാൽ, തന്റെ ജീവിതത്തിൽ സ്വർഗം നേടിയെടുക്കുവാനുള്ള വളരെ നിസ്സാരമായി തോന്നുന്ന ഒരു കാര്യം പോലും ജീവിതത്തിൽ നിന്ന് ഒഴിച്ചു വെക്കാതെ അത് ജീവിതത്തിലേക്ക് കൂട്ടിച്ചേർക്കാൻ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പരിശ്രമിച്ചു എന്നതാണ്. നമ്മുടെ ജീവിതത്തിലുണ്ടോ അങ്ങനെ? ഈ പറയുമ്പോ ഞാൻ ആലോചിക്കണ്ടേ? കേൾക്കുമ്പോ നിങ്ങൾ ആലോചിക്കണ്ടേ? എന്റെ ജീവിതത്തിൽ അള്ളാഹുവിലേക്ക് ചേർത്ത് വെക്കാൻ, എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യപൂർത്തീകരണമായി ആ സ്വർഗം നേടിയെടുക്കുവാൻ ഞാൻ ഇന്ന് ചെയ്ത പ്രവർത്തനങ്ങൾ എന്ത് എന്നെണ്ണുമ്പോ എന്റെയും നിങ്ങളുടെയും മുമ്പിലുള്ള ഉത്തരം സുബഹി നിസ്കരിച്ചതും ഇന്ന് ജുമുഅക്ക് വന്നതോ, അതിന്റെ ഇടയിൽ മറ്റെന്തുണ്ട്? മറ്റെന്തെല്ലാം നമുക്ക് ചെയ്യാൻ അവസരങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ? പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്താൽ, പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യുമ്പോ അതിന്റെ അടിസ്ഥാനത്തിൽ സ്വർഗമാണ് പ്രതിഫലമായി ലഭ്യമാവുക എന്നാണ്. ഒരു മിസ്കീനായ, ഞാൻ അവസാനിപ്പിക്കുക, ഒരു മിസ്കീനായ ഒരു സ്ത്രീ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ വരുന്നുണ്ട്. എന്നിട്ട് ആ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് വിശപ്പിന്റെ പ്രയാസം പറഞ്ഞപ്പോ അവിടെയുള്ള 3 കാരക്ക എടുത്തുകൊണ്ട് അവരുടെ കയ്യിൽ കൊടുക്കുക. അവരുടെ കൂടെ 2 മക്കളുണ്ട്. ആ സ്ത്രീ എന്താ ചെയ്തതെന്നറിയോ? ആ സ്ത്രീ തന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി ഓരോ കാരക്ക കൊടുത്തു. നല്ല വിശപ്പുണ്ട്, ആ വിശപ്പിന് ചെറിയൊരു ആശ്വാസം എന്നുള്ള നിലക്ക് ഒരു കാരക്ക തനിക്ക് വേണ്ടി മാറ്റിവെച്ചു. എന്നാൽ ആ മക്കൾ ആർത്തിയോടെ 2 കാരക്ക തിന്ന് വീണ്ടും ഒരു പ്രതീക്ഷയോടുകൂടി ഉമ്മയുടെ കയ്യിലിരിക്കുന്ന കാരക്കയിലേക്ക് നോക്കുന്നുണ്ട്. ആ കാരക്കയിലേക്ക് നോക്കിയപ്പോ അത് 2 ചീന്താക്കി 2 മക്കൾക്കും നൽകി. ആ ഉമ്മ ആ മക്കളുടെ വിശപ്പടക്കുന്നത് വളരെ സന്തോഷത്തോടു കൂടി കാണുക. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഫഅജബനി ശഅനുഹ, അവളുടെ ആ ചെയ്ത്തുണ്ടല്ലോ, അവർ ചെയ്ത ആ ചെയ്ത്ത് എന്നെ എന്ത് ചെയ്തു? അത്ഭുതപ്പെടുത്തി.
അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ അടുക്കൽ വരുമ്പോ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പ്രവാചകനോട് ആ ഒരു കാര്യം പങ്കുവെക്കുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഇന്നല്ലാഹ ഖദ് ഔജബ ലഹാ ബിഹൽ ജന്ന, അതുവഴി അവൾക്ക് അല്ലാഹു സ്വർഗ്ഗം ഉറപ്പാക്കിയിട്ടുണ്ട് എന്നാണ്. അല്ലെങ്കിൽ അവൾക്ക് സ്വർഗം കൊടുക്കുക എന്നത് അള്ളാഹുവിന്റെ മേൽ ബാധ്യതയാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ നരകത്തിൽ നിന്ന് അവളെ രക്ഷപ്പെടുത്തുക എന്നത് എന്ന് പറഞ്ഞാൽ എന്താ? തന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി നൽകുന്ന ഭക്ഷണം പോലും തന്റെ പ്രയാസങ്ങൾ മാറ്റിവെച്ചുകൊണ്ടാണ് നൽകുന്നതെങ്കിൽ അതിന്റെ പ്രതിഫലം അള്ളാഹുവിങ്കിൽ നിന്ന് ഉദ്ദേശിച്ചുകൊണ്ടാ ചെയ്യുന്നതെങ്കിൽ വളരെ നിസ്സാരമായി തോന്നുന്ന ഒരു കാര്യം പോലും പരലോകത്ത് പ്രതിഫലാർഹമാണ് എന്നും സ്വർഗം നേടിത്തരുന്നതാണ് എന്നും നരകത്തിൽ നിന്ന് നിങ്ങൾക്ക് വിടുതി നൽകുവാൻ അത് പര്യാപ്തമാണ് എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു ചരിത്രത്തിലൂടെ പ്രിയപ്പെട്ടവരെ എന്നെയും നിങ്ങളെയും അത് ബോധ്യപ്പെടുത്തുന്നു എന്ന അതാ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉംറക്കും ഹജ്ജിനൊക്കെ പോയ ആളുകൾക്ക് കാണാൻ പറ്റും. അവിടെ ഉംറക്ക് ചെല്ലുന്ന ഹാജിമാർക്ക് ഭക്ഷണം നൽകുന്ന വലിയ ധനാഢ്യന്മാരൊന്നുമല്ല. അവർക്ക് ഒരു പെട്ടി ഈത്തപ്പഴം വാങ്ങാൻ പൈസയാകുമ്പോ അത് കൊണ്ടുവന്നുകൊണ്ട് അത് വളരെ സന്തോഷത്തോടെ ഹാജിമാരായ ആളുകൾക്ക് ദാനം ചെയ്യുന്ന എത്ര ആളുകളെ നമുക്ക് അവിടെയൊക്കെ കാണാം. മക്കയിലും അതേപോലെ തന്നെ മദീനയിലും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. ചിലപ്പോ കുറച്ച് കാരൊക്കെ ആയിരിക്കാം. അല്ലെങ്കിൽ ചില ആളുകളുണ്ട് ഒരു റിയാല് കൊടുത്തിട്ട് അല്ലെങ്കിൽ 2 റിയാല് കൊടുത്തിട്ട് നല്ല അത്തറ് വാങ്ങി ആ ഹറമിന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കും. പോകുന്ന ഹാജിമാർക്കൊക്കെ ഒന്ന് ഇങ്ങനെ തോണ്ടിക്കൊടുക്കും. നോക്കൂ നിങ്ങൾ, വളരെ നിസ്സാരമായി തോന്നുന്ന ഒരു പ്രവർത്തനമായിരിക്കാം അല്ലെ? ഇനിയില്ല, ചെരുപ്പിടാൻ ഒരു കീശ, ആ കീശ അതിങ്ങനെ നൽകുന്ന ആളുകളെ കാണാം. തവാഫ് ഇങ്ങനെ നടത്തുമ്പോ അതിന് വിയർത്ത ആളുകൾക്ക് കൊടുക്കാൻ ടിഷ്യൂ പേപ്പർ നൽകുന്ന ആളുകളെ കാണാം. അവിടുത്തെ അതേ ഉള്ളൂ, ഉള്ളത് ദാനം ചെയ്യുന്നു, ഉള്ള സമയം നൽകുന്നു, ഉള്ളത് തങ്ങളുടെ പാരത്രികമായ ജീവിതത്തിന് വേണ്ടി മാറ്റിവെക്കാൻ കഴിയുന്നു എന്നതാണ് അല്ലേ? നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മൾ അങ്ങനെ പരസ്പരം കൈ കൊടുത്താൽ പോലും നിങ്ങളുടെ പാപങ്ങൾ കരിഞ്ഞു പോകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ലേ? നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു മുസാഫഹത്ത് നന്നായി നടത്തുന്ന അവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ടോ? നമ്മൾ ആലോചിക്കണ്ടേ? നമ്മൾ ചിന്തിക്കണ്ടേ? പരലോകത്ത് പോകണ്ടേ? സ്വർഗം വേണ്ടേ? അതിനല്ലേ നമ്മൾ പണിയെടുക്കുന്നത്. ഒന്ന് മനസ്സറിഞ്ഞ് കൈ കൊടുത്ത് പരസ്പരം ഒന്ന് പ്രാർത്ഥിക്കാൻ പോലും നമുക്ക് പലപ്പോഴും കഴിയുന്നില്ല എന്നതാണ്. ഒരാളെ കാണുന്നത് അത് പുഞ്ചിരിയോടുകൂടിയാണെങ്കിൽ പ്രതിഫലാർഹമാണ് എന്നും അതൊരു നല്ല സ്വതക്കയാണ് എന്നും പഠിപ്പിച്ച പ്രവാചകൻ. പക്ഷേ നമ്മളിൽ എത്ര ആളുകൾക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് അത്തരത്തിലുള്ള സ്വഭാവത്തെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്? പരിശുദ്ധ ഇസ്ലാം എന്ന് പറഞ്ഞത് അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പ്രവാചകനോടുള്ള സ്നേഹം എന്ന് പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അത് അള്ളാഹുവിന്റെ ആ കലാം അംഗീകരിച്ചുകൊണ്ട് പ്രവാചകന്റെ സുന്നത്തിനെ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് അത് ശരിയായി ഞാൻ അതിന്റെ മാതൃകയായി ജീവിക്കാൻ നമുക്ക് കഴിയണം. അതാണ് ഖൈർ എന്ന് അന്ത്യപ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. നമ്മുടെ ജീവിതത്തിൽ നിസ്കാരവും നോമ്പും ഖുർആൻ പാരായണവും മാത്രമല്ല, നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ഇടപെടലുകളും, നമ്മുടെ ജീവിതത്തിന്റെ ഓരോ പ്രവർത്തനങ്ങളും, എന്റെ ജീവിതവുമായി ബന്ധപ്പെടുന്ന മുഴുവൻ കാര്യങ്ങളും എന്റെ പരലോക ജീവിതത്തിന്റെ മോക്ഷത്തിന് വേണ്ടിയാണ് എന്ന് ചിന്തിക്കുന്ന മാനസികമായ അവസ്ഥയിലേക്ക് കഴിഞ്ഞ ഖുത്ബയിൽ പറഞ്ഞതുപോലെ മാറേണ്ടത് നമ്മുടെ ചിന്തകളാണ്. ആ ചിന്തകളെ മാറ്റാൻ വിശുദ്ധ ഖുർആൻ വെളിച്ചം നൽകുന്ന വിശ്വാസികളായി ജീവിക്കാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ.